10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിനും എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് ഇതിന് കാരണമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഒരു 50% ആളുകളെ ജയിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിൽ നാളെ രാവിലെ ഭയങ്കര പ്രതിഷേധമായിരിക്കും. എല്ലാ സർക്കാർ ഓഫീസിലേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ചാണ്. എന്താണ്? സർക്കാർ പരാജയമാണ്. 50% തോറ്റു. ഈ 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിന് വായിക്കാൻ എഴുതാൻ അറിയില്ല. അടുത്ത കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് ഒരു നല്ല കാര്യം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയ നിലപാട് നമ്മൾ എടുക്കാൻ പോവാണ്. പശുവിനെ കണ്ട അറിയാത്ത കുട്ടികളല്ലേ നമ്മുടെ നാട്ടിൽ? പശുക്കളെ കണ്ട ഇപ്പോൾ ഇംഗ്ലീഷിൽ വാട്ട് ഇസ് ദിസ്? തന്നോട് തന്നെ ചോദിക്കുന്ന കാര്യമാണ്. പട്ടിയാണെന്ന് ചോദിക്കും പശുവിനെ കണ്ട്. പോത്തിനെ കണ്ടറിയോ? എരുമയെ കണ്ടറിയോ? ഏതെങ്കിലും ഒരു മൃഗത്തെ കണ്ടറിയോ? പട്ടിയെ കണ്ടറിയായിരിക്കും വലിയ വളർത്തുമൃഗങ്ങളെ പട്ടികളെ വീട്ടിൽ മേടിക്കുക വളർത്തുന്നുണ്ട്. നമ്മളൊരു അസാധാരണമായ ജീവിത രീതിയിലേക്ക് മാറി. മനീഷ് മഹിപാൽ ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. മനീഷ്, മന്ത്രി സജി ചെറിയാൻ അതിരൂക്ഷമായ ഭാഷയിലാണല്ലോ കേരളത്തിലെ ഈ പുതുതലമുറയുടെ ജീവിതത്തെയും അതുപോലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും ഒക്കെ വിമർശിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഗോപികൃഷ്ണൻ, ഇന്നലെ ആലപ്പുഴയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ബിരുദദാന ചടങ്ങിലാണ് അദ്ദേഹം ഈ രീതിയിൽ ചില കാര്യങ്ങൾ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിൽ നിന്ന് മാറിയതോടെ പശുവിനെയും പോത്തിനെയും പോലും കണ്ടാൽ കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയായി. ഒപ്പം തന്നെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ മുൻപ് 10ാം ക്ലാസ് തോറ്റാണ് അദ്ദേഹം പിന്നീട് ജീവിത വിജയം കൈവരിച്ചത്. പക്ഷെ ഇന്ന് ഈ SSLCക്ക് വിജയം ശതമാനം പേർക്ക് വായിക്കാനും എഴുതാനും, അതായത് വിജയ ശതമാനം ലഭിക്കുന്നവർക്ക് ആർക്കും വായിക്കാനോ എഴുതാനോ പോലും അറിയില്ല. പണ്ടൊക്കെ SSLCക്ക് 210 മാർക്ക് വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും പാസ്സാകുന്നു. ആരെങ്കിലും തോറ്റുപോയാൽ പക്ഷെ അത് സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കും. സർക്കാർ ഓഫീസുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം ഉയരും. എല്ലാവരെയും ജയിപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ല കാര്യമെന്ന് മന്ത്രി പറയുന്നു. പക്ഷേ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ഈ മേഖലയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിനൊപ്പം തന്നെയാണ് ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലെ ഈ എല്ലാവർക്കും ജയിപ്പിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ആ രീതിയെ വിമർശിച്ചുകൊണ്ട് മന്ത്രി തന്നെ ഒരു പൊതുപരിപാടിയിൽ ഇത്തരം വിമർശനം ഉന്നയിച്ചത്. ഗോപികൃഷ്ണൻ. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും.